നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടന്ന സമരം കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാതെ ഒരു പ്രഹസനമായി അവസാനിച്ചിരിക്കുന്നു. CPM-നും ഇടതുമുന്നണിക്കുമൊപ്പം പുറത്തുനിന്ന് മോദി വിരോധം തലയ്ക്ക് പിടിച്ച ചില പരിചിത മുഖങ്ങൾ പിണറായി വിജയനുമായി കൈകോർക്കാൻ എത്തിയെങ്കിലും അത് തുല്യദുഃഖിതരുടെ ഒരു ഐക്യപ്രകടനമായി മാത്രമേ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. CPM വിധേയത്വം കൈമുതലാക്കിയ ചില മലയാള മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഡൽഹിയിലെ പിണറായിയുടെ പ്രതിഷേധ പ്രകടനം വലിയ സംഭവമാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്തി. കേരളം നേരിടുന്ന ഒരു പ്രശ്നവും പരിഹരിക്കാനുള്ളതല്ല ഇതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വ്യാജ പ്രചരണമാണ്. അതിന് CPM-ഉം ഇടതുമുന്നണി സർക്കാരും പറയുന്ന കാരണങ്ങൾ തികച്ചും വസ്തുതാവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതുമാണെന്നും BJP നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും പലതവണ കണക്കു നിരത്തി സ്ഥാപിച്ചിട്ടുണ്ട്. കോടതിയിൽ സത്യവാങ്മൂലവും നൽകി കഴിഞ്ഞു. അർഹതപ്പെട്ട ഒരു ആനുകൂല്യങ്ങളും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് ഇതുവരെ രാഷ്ട്രീയ കാരണങ്ങളാൽ നൽകാതിരുന്നിട്ടില്ല. കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങി ധൂർത്തടിക്കുകയും പാർട്ടിക്കായി വകമാറ്റുകയും സ്വകാര്യമായി സ്വന്തം കീശ വീർപ്പിക്കുകയും ചെയ്തപ്പോൾ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദുർഭരണം കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുകയും ഖജനാവ് കൊള്ളയടിക്കുകയും കാലിയാക്കുകയും ചെയ്തിരിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ പോലും മുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള കള്ളക്കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-നും ഇടതുമുന്നണിക്കും ഇങ്ങനെ ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നടത്താതെ ഇനി മുന്നോട്ട് പോകാൻ ഒരു നിവർത്തിയുമില്ല. കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്കായി നൽകിയ പണം വകമാറ്റി ചെലവഴിച്ചും പദ്ധതികൾ നടപ്പാക്കാതെയും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. കേന്ദ്രം നൽകുന്ന പല പദ്ധതികളും സ്വന്തം പേരിൽ അവതരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമവും ഇക്കാലങ്ങളിലുണ്ടായി. എന്നിട്ടും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയാണ് പിണറായി സർക്കാർ ഇപ്പോൾ പിന്തുടരുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ സംഘടിപ്പിച്ചത് CPM-ന്റെ രാഷ്ട്രീയ സമരം തന്നെയാണ്. ഇതിനുവേണ്ടി ചെലവഴിച്ച ലക്ഷക്കണക്കിന് രൂപയിലും കേന്ദ്രം നൽകുന്ന പണം ഉണ്ടാകാമെന്നത് നിശ്ചയമാണ്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുകയാണ് എന്ന് പറയുന്ന പതിവ് പല്ലവിയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ഈ ആരോപണവുമായി സുപ്രീം കോടതിയിൽ കേസിന് പോയത് തന്നെ പിണറായിക്ക് വലിയ തിരിച്ചടിയായി. സംസ്ഥാന സർക്കാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. ഇതോടെ പിണറായിക്കും ധനമന്ത്രി ബാലഗോപാലിനും മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയാണ്. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയാണ്. ഇനി കോടതിയിൽ എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്ന ആശങ്കയിലാണിവർ. ഇതിനിടെയാണ് രാഷ്ട്രീയ പ്രേരിതമായി ഡൽഹിയിൽ ഒരു സമരം സംഘടിപ്പിച്ചത്. നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായതോടെ പരിഭ്രാന്തിയിലായിരിക്കുന്ന അഴിമതിക്കാരായ ചില രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ളവർ സമരത്തെ പിന്തുണയ്ക്കാനെത്തി എന്നതും സ്വാഭാവികമാണ്. ഇവരിൽ പലരും അഴിമതി കേസിൽ അഴിയെണ്ണാൻ തയ്യാറായി നിൽക്കുന്നവരുമാണ്. മോദി സർക്കാരിനെതിരെ ഇവരൊക്കെ ഓടിയെത്തുക തന്നെ ചെയ്യും. നരേന്ദ്രമോദി സർക്കാരിനെതിരെ തുല്യ ദുഃഖിതരാണ് ഡൽഹിയിൽ ഒത്തുചേർന്നതെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും അരവിന്ദ് കെജ്രിവാളിനും ഇതിൽ വ്യക്തിപരമായ അജണ്ടയുമുണ്ട്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയെ മറയാക്കി ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മകൾ മാസപ്പടി കൈപ്പറ്റിയെന്ന കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പിണറായിയുടെ സ്വാധീനം ഉപയോഗിച്ചാണ് മകൾ ഈ അഴിമതി നടത്തിയെന്ന് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയും കഴിഞ്ഞു. അന്വേഷണം വീണയുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ കോടതിയിലേക്ക് വീണ എത്തിയിരിക്കുന്നു. തനിക്കെതിരെയുള്ള അന്വേഷണം റദ്ദ് ചെയ്യണമെന്ന ആവശ്യവുമായി. പിടിക്കപ്പെട്ടാൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്റെ തലയിൽ വന്നു വീഴുമെന്ന് പിണറായിക്കറിയാം. ഇതുകൊണ്ട് തന്നെയാണ് മകളെ രക്ഷിക്കാൻ പാർട്ടിയെ സജ്ജമാക്കിക്കൊണ്ട് പിണറായി വിജയൻ രംഗത്തെത്തുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ കേസിൽപ്പെട്ടപ്പോൾ ഇടപെടാതിരുന്ന പാർട്ടിയാണ് പിണറായിയുടെ മകളെ രക്ഷിക്കാൻ ഇപ്പോൾ പൊതുരംഗത്തേക്ക് എടുത്തു ചാടിയിരിക്കുന്നത്. തന്റെ കൈകൾ ശുദ്ധമാണെന്നും മറ്റും പിണറായി വിജയൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മകളുടെ അഴിമതി CPM-ന്റെ കേന്ദ്ര നേതാക്കന്മാർക്കും കുട്ടി സഖാക്കന്മാർക്കും വരെ ഇപ്പോൾ വ്യക്തമാണ്. സംശയവുമില്ല. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് കേന്ദ്ര സർക്കാരിനെ വിരട്ടി നോക്കാം എന്ന് വിചാരിച്ചാണ് പിണറായി വിജയനും കൂട്ടരും ഡൽഹിയിലേക്ക് പോയതും. ഇതിനാണ് താൻ ഒറ്റയ്ക്കല്ലെന്നും മറ്റു ചിലർ ഒപ്പമുണ്ടെന്നും ഒക്കെ കാണിക്കുന്നത്. മകൾക്കെതിരായ അന്വേഷണം തന്നിലേക്ക് നീങ്ങുമെന്ന് പിണറായിക്ക് കൃത്യമായി അറിയാം. അങ്ങനെ സംഭവിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യം കൂടി ഡൽഹിയിലെ സമരത്തിന്റെ പിന്നിലുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കള്ളപ്രചരണം ശക്തമാക്കാനുള്ള നടപടികളും പിണറായി വിജയനും പാർട്ടിയും എടുക്കും. ഏതായാലും പിണറായി വിജയനെ രക്ഷിച്ചുകൊണ്ട് മാത്രമേ CPM-ന് മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം അടുത്ത കാലത്ത് CPM എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്.
പിണറായി വിജയൻ എന്തെങ്കിലും സംഭവിച്ചാൽ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിണറായി വിജയന് മറ്റു തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ മകളെ രക്ഷിക്കാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഉണ്ടായാൽ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ സജീവമാകാമെന്നൊരു ചിന്ത പോലും പിണറായി വിജയനുണ്ട്. ഏതായാലും പിണറായി വിജയനും കൂട്ടർക്കും, പ്രത്യേകിച്ച് പിണറായി വിജയനും മകൾക്കും വലിയ തിരിച്ചടിയാണ് ഈ കേസിലൂടെ ഉണ്ടാകുന്നത്. അതിനെ മറികടക്കാനാണ് കള്ള ആരോപണങ്ങളും വ്യാജ കാര്യങ്ങളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പിണറായി വിജയനും CPM രംഗത്ത് വരുന്നത്.